ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുഡ് വെയർ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ചെരുപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഹോൾ ചെയ്യുന്നത് കേട്ടോ, ഫുഡ് വെയർസിൻ്റെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനി ഇതുപോലെ ഫുഡ് വെയർസിൻ്റെ ഹോൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചെരുപ്പാണ്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതല്ല, കുറേ മുമ്പ് എനിക്കൊരാൾ വാങ്ങിച്ച് തന്നതാണ്. അപ്പം ഇത് ഞാൻ 6 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു ചെരുപ്പാണ്. ഇതിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ തീരെ കെയർ ചെയ്യാത്തൊരു സംഭവമാണിത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ഈ ഒരു സംഭവമൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ചതാണ്. ഭയങ്കര മെസ്സായി കിടക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാണിക്കാൻ തന്നെ പറ്റില്ല, എന്നാലും ഞാൻ കാണിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടില്ല. ഞാൻ ഒരുവിധ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ കെയർലെസ് ആയിട്ട് ഇട്ടിട്ടുള്ള ഐറ്റാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ സെയിം സാധനം ഒന്നുകൂടെ വാങ്ങിച്ചു. കേൾക്കുമ്പോൾ വട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ എനിക്ക് അത്രയും പ്രൈസ് കൊണ്ടും അതിൻ്റെ കംഫർട്ട് കൊണ്ടും പിന്നെ ആ ഒരു ലുക്ക് കൊണ്ടൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ചെരുപ്പാണത്. അതുകൊണ്ട് തന്നെ അതെനിക്ക് ഒഴിവാക്കാൻ ഭയങ്കര വിഷമമുണ്ട്. അതിപ്പോൾ പൊളിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഒരെണ്ണം വാങ്ങിച്ചു ഗൈസ്. അതാണ് ഇത് ഗൈസ്. അത് ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന ചെരുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ ഒരു അവസ്ഥയിലാണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ കംഫർട്ടബിളാണ്. എനിക്ക് പേഴ്സണലി ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്. പിന്നെ ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇവിടെ വരുന്നത്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ സ്റ്റോൺ വർക്കും സാറൻ്റെ ഒക്കെ ഡ്യൂപ്പ് വരുന്നില്ലേ, അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് മീഷോയിലും ഫ്ലിപ്പിലും മിൻട്രയിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ചെരുപ്പുകൾ. അപ്പോൾ അതിൽ ഒരു മോഡലാണിത്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഹീൽസ് ഇല്ല. ഇതിൻ്റെ ഹീലുള്ള മോഡലും ഉണ്ട്. അപ്പോൾ അത് എനിക്കത്ര കംഫർട്ടബിൾ ആവില്ല വിചാരിച്ചിട്ട് ഇങ്ങനത്തെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെയാണ് ഹീൽ വരുന്നത്. ഇത് ഒരു PU മെറ്റീരിയലോ അങ്ങനത്തെ ഒരു മെറ്റീരിയലല്ലേ ഇതിന് പറയാം. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ, ചെരുപ്പിൻ്റെ മെറ്റീരിയൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ സോൾ വരുന്നത്. നല്ല കംഫർട്ടബിളാണ്, വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷേ ഇവിടെയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അത് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. 6 മന്ത് ഞാൻ കറക്റ്റായിട്ട് നല്ലോണം യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണത്. ഇതിപ്പോൾ എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും സ്റ്റിൽ ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു. ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളി ക്വാളിറ്റിയാണ്. കാരണം ഞാൻ അത്രയും കെയർലെസ് ആയിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് ഇത്രയും കാലം ഇടാൻ പറ്റി. അതും മാറി മാറിയൊന്നല്ല ഞാൻ ഇടൽ, സ്ഥിരം ഇടുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നം വരുമോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. ഇവിടുത്തെ ഗമ്മൊക്കെ നല്ല സ്റ്റിക്കായിട്ട് തന്നെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല ഗ്രിപ്പുള്ള, നമുക്ക് അങ്ങനെ വൈക്കലോ ടൈലിലോ ഒന്നും ഇങ്ങനെ സ്ലിപ്പാവുന്ന രീതിയിലൊന്നും ഉള്ളതല്ല. അപ്പോൾ നല്ല പിടുത്തം കിട്ടുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് ഉള്ളൂ, അതായത് 400 ബിലോ 400ൻ്റെ അടുത്താണ്. എന്തായാലും വേർത്താണ്. ഇങ്ങനത്തെ ഒരു ചെരുപ്പിന് ഷോപ്പിൽ 800 700 ഒക്കെ ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇടാനും നല്ല കംഫർട്ടായിട്ടുള്ള ചെരുപ്പാണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫേവറേറ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതൊരു വൈബ്രൻറ്റ് ഗ്രീൻ കളറിലുള്ളൊരു ചെരുപ്പാണ് കേട്ടോ. ഇത് ഞാൻ കുറേ മുമ്പ് വാങ്ങി വെച്ചതാണ്. ഇത് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മന്തൊക്കെ ആയിട്ട്, 6 മന്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഇത് വാങ്ങി വെച്ചിട്ട്. ഇതുവരെ ഞാൻ ഇട്ടില്ല. ആ ഒരു കളറ് ട്രെൻഡായ സമയത്ത്, ഈ ഒരു ഗ്രീനും പിന്നെ പിങ്കൊക്കെ ട്രെൻഡായ ഒരു സമയമല്ലേ, ആ സമയത്ത് വാങ്ങി വെച്ചാണ്. ഇങ്ങനത്തെ സ്ക്വയർ കട്ടിംഗ് ഒക്കെ ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെയിനൊക്കെ വരുന്നുണ്ട്. ഈ ചെയിൻ ഇപ്പോൾ എന്താ പറ്റിയ, ഓക്കെ, ഇങ്ങനെ ചെയിനൊക്കെ വരുന്നുണ്ട്. ആൻഡ് നല്ല സോഫ്റ്റ് കുഷ്യൻ ടൈപ്പുള്ള ഇതാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ബാക്കിൽ നോക്കുന്ന നല്ല ഗ്രിപ്പ് ഉണ്ട്. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ്. ഇതിനും 300 സംതിങ് ആണ്. ആ പ്രൈസിന് എന്തായാലും വേർത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ ഈ ഒരു കളർ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടലുണ്ടാവില്ല. എന്തായാലും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചെരുപ്പാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കുറേ നാളെ വാങ്ങി വെച്ചിട്ട് ഇതെന്താ ഇടാത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ വെച്ച് പോയി. പിന്നെ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്തിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പം ഇത്
ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഉണ്ട് എന്നൊന്നും പറയാൻ, ഇതിൻ്റെ കംഫർട്ടൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. എനിക്ക് ക്വാളിറ്റിയും കുഴപ്പമൊന്നും തോന്നില്ല. നല്ല സോഫ്റ്റാണ്, ചവിട്ടുന്ന സമയത്തൊക്കെ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കുറച്ചൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫുഡ് വെയർ ആണ്. പിന്നെ എനിക്കിപ്പോൾ ചെരുപ്പുകളും ബാഗുകളൊക്കെയാണ് ഭയങ്കര ക്രേസ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ അതിൻ്റെ ഒരു കളക്ഷൻ വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ മീഷോന്ന് ഞാനിപ്പോൾ ഡ്രസ്സ് നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാനിപ്പോൾ നോക്കുന്നത് ചെരുപ്പുകളാണ് കേട്ടോ. ഒരുപാട് എണ്ണം വിഷ് ലിസ്റ്റിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റോണാണ് വരുന്നത്. ഈ 2 സ്ട്രാപ്പ് സ്റ്റോണാണ് കംപ്ലീറ്റ് വരുന്നത്. ബ്ലാക്ക് സോൾ വരുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടോ, അതാണ് കുറച്ചൊക്കെ മെസ്സേജ് ആക്കുന്നത്. ഒരു യൂസ് ഞാൻ യൂസ് ചെയ്തു, പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇതങ്ങോട്ട് കയറി നിൽക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ചവിട്ടുമ്പോൾ അങ്ങോട്ട് കയറ്റി ചവിട്ടാൻ കുറച്ച് പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാത്ത ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ ആയിരിക്കില്ല, ചിലർക്ക് ഇത് കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതും എനിക്കത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതും കുറേ മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ചവിട്ടാതെ അങ്ങനെ വെച്ചതാണ്. പൊടി പിടിച്ചിട്ടുണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഹീൽസ് ഉള്ളത് ഹീൽസ് ഇല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ സ്ക്വയർ കട്ടിംഗ് ഒക്കെയാണ് വരുന്നത്. ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പ് ലൈറ്റാണ്. എന്നാലും ടൈലിലൊക്കെ ഇത് ചിലപ്പോൾ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനും ഒരു 200-300 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ഞാൻ നല്ലോണം ഓർക്കുന്നില്ല, ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് വെയർ ഹോൾ ഞാൻ ഫസ്റ്റ് ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനറിയില്ല. മെറ്റീരിയലും മോഡൽസൊക്കെ എനിക്ക് കൂടുതൽ പറയാനറിയില്ല. കൂടെ ഞാനൊക്കെ ബെറ്റർ ആക്കി വരാം. അപ്പോൾ ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് സൈസ് വന്നിട്ട് 38 ആണ് കേട്ടോ. എൻ്റേത് 39, 40 അങ്ങനെയൊക്കെയാണ് സൈസ് വരാറുള്ളത്. അതൊക്കെ ഞാൻ ഇതുവരെ കാണിച്ചതൊക്കെ 39 ആണ് സൈസ് വന്നിട്ടുള്ളത്. IND6 കേട്ടോ. മീഷോയിൽ IND6 എന്നൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ IND6 39 ആണ്. അപ്പം ഓക്കെ, ഇത് IND4 or 5, ഇത് 5 ആണ്. ഇത് 38 ആണ് സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഹാഫായിട്ട് വരുന്ന ഷൂസില്ലേ, അതാണ് ഷൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു ബെല്ലീസ് പോലെയുള്ള ഇങ്ങനെ ഹാഫായിട്ട് വരുന്ന, ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നതല്ലേ ഏത് മോഡലാണുള്ള. ഇങ്ങനെ ഗ്ലോസി ഫിനിഷ് വരുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സംഭവം കംഫർട്ടല്ല, അവൾക്ക് കംഫർട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവളിത് വാങ്ങിച്ചു. ഒരു ബേജ് കളറാണ് ഇവിടെ സോൾ വരുന്നത്. ആൻഡ് ബാക്കൊക്കെ നല്ല ഗ്രിപ്പ് ഉണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇതിനും പ്രൈസ് 200 or 300 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്താണ്. ഞാൻ കാണിച്ചതെല്ലാം പ്രൈസിന് വേർത്തായിട്ടുള്ള സംഭവങ്ങളാണ്. ആ ഒരു ബ്ലാക്കാണ് എനിക്ക് പണി കിട്ടിയിട്ടുള്ളത്. ആ ബ്ലാക്ക് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ബാക്കിയെല്ലാം എനിക്ക് ഓക്കെ ആണ്. അപ്പം ഇതാണ് നമ്മുടെ 4th പ്രൊഡക്റ്റ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലിപ്പറാണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് പിങ്ക് കളറിലുള്ള സ്ലിപ്പറാണ്. സ്പോഞ്ച് ടൈപ്പാണ്. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്പോഞ്ച് ടൈപ്പ്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണ് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, പ്രിൻ്റഡ് ആണ് വരുന്നത്. അപ്പോൾ സൂപ്പർ എന്താ പറയുക, സൂപ്പർ കംഫർട്ടബിളാണ്. ഇതിനും 200 സംതിങ് ഒക്കെ പ്രൈസ് വരുന്നുണ്ടാവുള്ളൂ, 200 or 300. അപ്പം ഇത് ചവിട്ടി കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഗൈസ്. വെയ്റ്റ്ലെസ് ആണ്, സോ നമുക്ക് ഇടാൻ നല്ല കംഫർട്ടായിരിക്കുമല്ലോ. ഇതിൻ്റെ സൈസ് വന്നിട്ട് 6 ആണ് കേട്ടോ. ടു സോഫ്റ്റ് ആണ് കമ്പനി വരുന്നത്. സൈസ് 6 ആണ് വരുന്നത്. 6 എന്ന് പറഞ്ഞാൽ 39. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് 5th പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് നമുക്ക് ഇന്നത്തെ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഫസ്റ്റ് വൺ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഇതെനിക്ക് ഈ ഒരു മോഡൽ എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടമല്ല. പിന്നെ ആ ഒരു ബ്ലാക്ക് ഇഷ്ടമാണെങ്കിലും അതെനിക്ക് കംഫർട്ടല്ല. പിന്നെ ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായങ്ങളും പറയുക. നിങ്ങൾക്ക് ഫുഡ് വെയർ ഹോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലോത്ത്സ് ഒന്നും ഇപ്പം എനിക്ക് നല്ലതായിട്ട് മീഷോയിലത്തത് തോന്നുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല.
പ്രൈസ് വേർത്തിയായിട്ടൊന്നും തോന്നാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പം ഫുഡ് വെയർ കുറേ ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇൻഷാല്ലാ ഞാൻ കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.